ഇന്ത്യൻ ജലകോടികളെ എന്നും ആവേശം കൊള്ളിച്ച ഈ മൂവർണ്ണക്കൊടി, അതാണ് ഇന്ത്യക്ക് പ്രതീകം ഭാരതാംബയുടെ. ആ പ്രതീകമായി കൊടിയെ കണ്ടുകൊണ്ട് ഞങ്ങൾ തയ്യാറിട്ടിട്ടുണ്ട്. ഞാൻ നെഹ്റുവിൻ്റെ മഹത്തായ ആ വാചകങ്ങൾ ഓർത്തുപോകുന്നു. നെഹ്റുവിനോട് ജനക്കൂട്ടം വിളിച്ചു പറഞ്ഞു, ഇത് വലിയ യോഗത്തിൽ വെച്ച്, ദശാബ്ദങ്ങൾക്കപ്പുറത്തായിരുന്നു അത്, ഭാരത് മാതാ കി ജയ് എന്ന്. തൻ്റെ പ്രസംഗാരംഭത്തിൽ നെഹ്റു ചോദിച്ചു, നിങ്ങളിപ്പോൾ ജയ് വിളിച്ചത് ഭാരത മാതാവിനല്ലേ? അതെ. ആരാണ് ഭാരതമാതാവ്? ജനക്കൂട്ടം മിണ്ടിയില്ല. നെഹ്റു പറഞ്ഞു, നിങ്ങളാണ് ഭാരതമാതാവ്. നിങ്ങൾ ജയ് വിളിച്ചത് നിങ്ങൾക്ക് തന്നെയാണ്. നിങ്ങളാണ് ഭാരതമാതാവ്. ഇവിടുത്തെ മനുഷ്യർ, സ്ത്രീ പുരുഷന്മാർ, കോടാനുകോടി പേർ, അവരാണ് ഭാരതമാതാവ്. അദ്ദേഹം പിന്നെ പറഞ്ഞു, അവിടെ തീരുന്നില്ല. ഭാരതമാതാവ് ഈ പ്രകൃതിയാണ്, ഇവിടുത്തെ മണ്ണാണ്, ഇവിടുത്തെ വയലാണ്, ഇവിടുത്തെ പുഴയാണ്, ഇവിടുത്തെ കാടാണ്, ഇവിടുത്തെ മലയാണ്. അതാണ് ഭാരതമാതാവ്. അതുകൊണ്ട് ഇന്ത്യക്കാർ ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കുമ്പോൾ നാം ജയ് വിളിക്കുന്നത് അവയ്ക്കെല്ലാമാണെന്ന് പറഞ്ഞ ആ ഉജ്ജ്വലമായ പ്രഖ്യാപനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദരവോടെ ഓർത്തുപോകുന്നു. ആ വികാരത്തെ, ആശയത്തെ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ കൊടി ഉയർത്തിയത്, ഇവിടെ തൈ നട്ടത്. ഇന്ന് പതിനായിരക്കണക്കായ പാർട്ടി ബ്രാഞ്ചുകളിൽ സഖാക്കൾ ഇത് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ പതാകയ്ക്ക് വേണ്ടി, ഇതിൻ്റെ എല്ലാ മൂല്യങ്ങളെയും കാത്തുരക്ഷിക്കാൻ വേണ്ടി എല്ലാ തരത്തിലും മുന്നോട്ട് പോകുമെന്നാണ്. ഗവർണർ തിരുത്തും വരെ പ്രതിഷേധം തുടരും. അതിലേക്ക് ചുരുക്കണ്ട, ആ വാക്കും പറയണ്ട. ഇത് ദേശസ്നേഹ പ്രസ്ഥാനമാണ്. ഈ കൊടി ഉയർത്തിയത് പ്രതിഷേധമായിട്ടല്ല, ദേശസ്നേഹ പ്രതീകമായിട്ടാണ്. ഈ തൈ നട്ടത് വിമർശനമായിട്ടല്ല, ആരെയും ചീത്ത വിളിക്കാൻ വേണ്ടിയുമല്ല. ഈ തൈകൾക്കെല്ലാം ഒരു അർത്ഥമുണ്ട്. അതാണ് ഭാരതമാതാവ്. അതാണ് ഭാരതമാതാവ്. പ്രകൃതിയും ഭൂമിയും മനുഷ്യനുമാണ് ഭാരതമാതാവ്. അല്ലാതെ സിംഹപ്പുറത്ത് ഇരിക്കുന്ന ഒരു സ്ത്രീയുടെ ചിത്രമല്ല ഭാരതമാതാവ്. കയ്യിൽ നിർബന്ധമായിട്ടും RSS കൊടി പിടിച്ചേ തീരുമെന്ന് വാശിയുള്ള ആരോ കൽപ്പിച്ചു കൊടുത്ത ചിത്രമല്ല ഭാരതമാതാവ്. ഇന്ത്യയുടെ ഭൂപടമല്ലാത്ത വേറൊരു പടം, അത് ഇന്ത്യക്കറിയില്ല പടം ഏതാണെന്ന്. അത് ഇന്ത്യൻ ഭൂപടമല്ല. മറ്റൊരു ഭൂപടം കാണിച്ചുകൊണ്ട് അതിന് മുമ്പിൽ ഇരിക്കാവൂ ഭാരതാംബ എന്ന് പറയുന്ന ആ വാദം കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിക്കുന്നില്ല. RSSൻ്റെ ശാഖകളിൽ വൈകുന്നേരങ്ങളിൽ ചൊല്ലാറുണ്ട് ഇന്ത്യയുടെ ഭൂപടത്തെപ്പറ്റി. അതിനോട് സാമ്യമുള്ള ചിത്രമാണ് ഞങ്ങൾ കണ്ടത് ഈ രാജ്ഭവനിലെ ഭൂപടത്തിൽ. അതൊക്കെ ഇത്തിരി അധികപ്പറ്റാണ്. ഈ ഒരു സംഭവത്തിൽ CPI പ്രതിഷേധം ഘടിപ്പിക്കുമ്പോൾ നേരത്തോട് നേരമെടുത്തിട്ട് മുഖ്യമന്ത്രി വിഷയത്തിലൊന്നും പ്രതികരിച്ചിട്ടില്ല. വിഷയത്തെ വേണ്ട രീതിയിൽ നിങ്ങളതിൻ്റെ എഴുതാപ്പുറമാക്കണം. എന്തിനാണ് ഇതിലൊന്നും CPIയും CPMും തമ്മിൽ ഒരു തർക്കവുമില്ല, ഉണ്ടായിട്ടുമില്ല, ഉണ്ടാകുകയുമില്ല. എല്ലാ ദേശീയ വിഷയങ്ങളിലും, എല്ലാ മഹത്തായ ദേശസ്നേഹ കാര്യങ്ങളിലും CPIക്കും CPMനും ഒരേ മനസ്സാണ്, ഒരേ നിലപാടാണ്, ഒരേ വികാരമാണ്. ഈ കാര്യമാണ് MA ബേബി ഇന്നലെ പറഞ്ഞത്. ഈ കാര്യമാണ് CPM നേതാക്കളായ ഒന്നിലേറെ മന്ത്രിമാർ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളതൊന്നും കേൾക്കുന്നില്ല. ഇത് പക്ഷേ ഇതൊന്നും പോരെ. ശരിയാ. മന്ത്രി പി പ്രസാദിന്റെ വീട്ടിലോട്ട് ഇപ്പോൾ RSSും BJPയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കും. പ്രസാദിനെതിരെയായിട്ടുള്ള ഒരു നീക്കമായിട്ട് കാണുന്നുണ്ട് ഇതിനെ? ഇല്ലല്ല, അങ്ങനെയൊന്നും ആകാൻ പാടുന്നില്ല. ഒന്നുമില്ല. RSSൻ്റെ മാർച്ചിൻ്റെ അർത്ഥം അത്രയേ ഉള്ളൂ. RSS ഒരു വലിയ ദേശീയ പ്രശ്നത്തെ ഇത്രമാത്രം വൈരാഗ്യബുദ്ധിയോടെ നിസ്സാരമായി കാണുന്ന RSSൻ്റെ ആശയ രാഷ്ട്രീയ പാപ്പരത്വമാണ് ആ മാർച്ചിൽ കാണുന്നത്. അതുകൊണ്ടൊന്നും ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിയെ, LDF മന്ത്രിയെ ഒറ്റപ്പെടുത്താമെന്ന് ആർക്കും വ്യാമോഹം വേണ്ട.